ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. തീം 6, ഭക്തി സൂഫി ട്രഡീഷൻസ്, ഭക്തി സൂഫി പാരമ്പര്യങ്ങൾ. ഭക്തി മൂവ്മെൻറ്റ് വാസ് എ റിവോൾട്ട് എഗെയിൻസ്റ്റ് കാസ്റ്റ് റിജിഡിറ്റി. കമൻറ്റ്: ഭക്തി പ്രസ്ഥാനം ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ചോദ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഉത്തരം പരിശോധിക്കാം. The earliest Bhakti movements were led by the Alvars and the Nayanars. Alvars and Nayanars opposed caste system. They opposed the domination of Brahmanas. They attempted to reform the system. The members of Bhakti movements belonged to different social groups, from Brahmanas to artisans and cultivators, and even from untouchable. Their works were as important as Vedas. 4000 ദിവ്യ പ്രബന്ധം, one of the major work of Alvars, described as the Tamil Veda. ആദ്യകാല ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആഴ്വാർമാരും നായനാർമാരുമാണ്. ജാതി സമ്പ്രദായത്തെ അവർ എതിർത്തു. ബ്രാഹ്മണ മേധാവിത്വത്തിന് എതിരായിരുന്നു അവർ. ജാതി സമ്പ്രദായത്തെ പരിഷ്കരിക്കാൻ അവർ ശ്രമിച്ചു. ഭക്തി പ്രസ്ഥാനത്തിൽ വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രാഹ്മണർ, കൈത്തൊഴിലുകാർ, കർഷകർ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഉണ്ടായിരുന്നു. അവരുടെ കൃതികൾ പലതും വേദങ്ങളുടെ അതേ പ്രാധാന്യം ഉള്ളതാണ്. ആഴ്വാന്മാരുടെ രചനകളുടെ സമാഹാരമായ 4000 ദിവ്യപ്രബന്ധം തമിഴ് വേദമായാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം: ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വീരശൈവ ട്രഡീഷൻ കർണാടക. ഹു വാസ് ദ ലീഡർ ഓഫ് വീരശൈവാസ്? വൈ ദേ വെർ നോൺ ആസ് ലിംഗായത്സ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ദ വീരശൈവ ട്രഡീഷൻ ഇൻ കർണാടക, ദേ വെർ ഓൾസോ നോൺ ആസ് ലിംഗായത. കർണാടകയിലെ വീരശൈവ പാരമ്പര്യം അഥവാ ലിംഗായത. ഡ്യൂരിങ് ദ 12th century, the വീരശൈവ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ എ ബ്രാഹ്മണ നെയ്മഡ് ബാസവണ്ണ. Guru Basavanna, founder of Lingayat community. He was a Jaina and a minister in the court of Chalukya king. His followers were known as Veerashaivas. Veerashaivas means heroes of Shiva or Lingayats. They worshipped Shiva in the form of linga. They wear a small linga in a silver case over the left shoulder. 12ാം നൂറ്റാണ്ടിൽ വീരശൈവ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ബാസവണ്ണ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികളെ വീരശൈവ അഥവാ ലിംഗായത്ത എന്നറിയപ്പെട്ടു. ലിംഗായത്തുകൾ ശിവനെ ലിംഗരൂപത്തിൽ ആരാധിച്ചു. ഒരു ചെറിയ വെള്ളിച്ചെല്ലത്തിൽ ശിവലിംഗം ഇടത്തെ തോളിൽ അവർ ധരിച്ചു. They respected Jangama or wandering monks. Lingayata believe that after death, the devotee will be united with Shiva. They will not return to this world. They do not practice funerary rites. Lingayata challenged the caste system and the idea of pollution. They questioned the theory of rebirth. They question Dharma Shastra. They stand for post-puberty marriage and remarriage of widow. Their main text known as Vajanas. It was written by the members of the communities. അവർ ജംഗമ അഥവാ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സന്യാസികളെ ബഹുമാനിച്ചിരുന്നു. മരണാനന്തരം വിശ്വാസി ശിവനിൽ ലയിച്ചു ചേരുമെന്ന് അവർ വിശ്വസിച്ചു. അവർ ഈ ലോകത്തേക്ക് തിരിച്ചു വരില്ലെന്ന് വിശ്വസിച്ചു. ആചാരപരമായ ശവസംസ്കാര രീതി ഉണ്ടായിരുന്നില്ല. ജാതി സമ്പ്രദായത്തെ എതിർത്തു. അശുദ്ധി എന്ന സങ്കല്പത്തെ തള്ളിക്കളഞ്ഞു. പുനർജന്മം എന്ന സങ്കല്പത്തെ ചോദ്യം ചെയ്തു. ധർമ്മശാസ്ത്രത്തെ ചോദ്യം ചെയ്തു. പ്രായപൂർത്തി വിവാഹത്തിനും വിധവ വിവാഹത്തിനും വേണ്ടി നിലകൊണ്ടു. അവരുടെ ഗ്രന്ഥം വചനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം പരിശോധിക്കാം. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ലൈഫ് ഇൻ ദ ചിഷ്ടി ഖാൻഖ. ചിഷ്ടി ഖാൻഖയിലെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതേപോലെ തന്നെ സൂഫിസം ഈസ് എ റിലീജിയൻ ഓഫ് ലവ്. സൂഫിസം എന്നുള്ളത് സ്നേഹത്തിൻ്റെ മതമാണ്
എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ഖാൻഖ ആൻഡ് സിൽസിലാസ് ഇൻ ദ ഗ്രോത്ത് ഓഫ് സൂഫിസം. സൂഫിസത്തിൻ്റെ വളർച്ചയ്ക്ക് ഖാൻഖയും സിൽസിലയും വഹിച്ച പങ്കിനെ കുറിച്ചാണ് എഴുതാൻ ആവശ്യപ്പെട്ടുള്ളത്. അതുപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ചിസ്റ്റി ഡിവോഷണലിസം. ചിസ്റ്റി ആരാധന രീതിയെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെടാറുണ്ട്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഖാൻഖ ആൻഡ് സിൽസിലയും ഖാൻഖയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡിഫൈൻ സിയാറത്ത് ആൻഡ് ഖ്വാവാലി. എന്താണ് സിയാറത്ത്, എന്താണ് ഖ്വാവാലി എന്ന് നമ്മൾ എഴുതേണ്ടതുണ്ട്. ഡിസ്ക്രൈബ് സിയാറത്ത് ആൻഡ് ഖ്വാവാലി. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ സൂഫിസം എന്നുള്ള ഈ ടോപ്പിക്കിൽ നിന്ന് വരാറുള്ളത്. നമുക്ക് ഇതിനൊക്കെ ഒരു ഒറ്റ ഉത്തരമായിട്ടാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. സൂഫിസം. Sufis were a group of religious-minded people in Islam. They were critics of the dogmatic definitions and scholastic method of interpreting Quran. They emphasized interpretation of Quran on the basis of personal experience. They laid emphasis on seeking salvation through intense devotion and love for God. They regarded Prophet Muhammad as perfect human being, they following him as best example of perfect human being. Sufism was organized around hospice of Khanqa. It was controlled by a teaching master known as Sheikh, Pir or Murshid. He enrolled disciples and appointed a successor known as Murid. ഇസ്ലാമിൻ്റെ അകത്തുള്ള മതചിന്തകരായ ഒരു വിഭാഗമാണ് സൂഫികൾ. പണ്ഡിതന്മാരുടെ ഖുറാൻ വ്യാഖ്യാനങ്ങളെ അവർ എതിർത്തു. ഖുറാനെ വ്യാഖ്യാനിക്കേണ്ടത് വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് അവർ ഊന്നൽ നൽകി. സൂഫിസം സംഘടിപ്പിക്കപ്പെട്ടത് ദീനാശ്രമങ്ങൾ അഥവാ ഖാൻഖ കേന്ദ്രീകരിച്ചായിരുന്നു. ഖാൻഖ നിയന്ത്രിച്ചത് ഷെയ്ഖ്, പേർ, മുർഷിദ് എന്ന് വിളിക്കുന്ന മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം അനുയായികളെ ചേർക്കുകയും ഒരു പിന്തുടർച്ചക്കാരനെ നിശ്ചയിക്കുകയും ചെയ്തു. പിന്തുടർച്ചക്കാരനെ മൂറിദ് എന്ന് വിളിക്കുന്നു. സിൽസിലാസ് അഥവാ ഓർഡർ. സിൽസില ലിറ്ററലി മീനിങ് ചെയിൻ, എ കണ്ടിന്യൂസ് ലിങ്ക് ബിറ്റ്വീൻ മാസ്റ്റർ ആൻഡ് ഡിസിപ്പിൾ. സിൽസില എന്നാൽ ചങ്ങല എന്നാണ് അർത്ഥം. അധ്യാപകനും ശിഷ്യനും തമ്മിലുള്ള തുടർച്ചയായ ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദർഗ. ദർഗ ഈസ് എ പേർഷ്യൻ ടേം. ഇറ്റ് മീനിങ് ഈസ് ടോംബ് ഓർ ഷറൈൻ. ആഫ്റ്റർ ഡെത്ത് ഷെയ്ഖ് became wali. Wali means friend of God. When Sheikh died, his tomb shrine became the center of devotion for his followers. This encouraged the practice of pilgrimage or ziyarat to his grave, particularly on the death anniversary. ദർഗ. ദർഗ എന്ന പേർഷ്യൻ വാക്കിനർത്ഥം ശവകുടീരം അല്ലെങ്കിൽ ആരാധന സ്ഥലം എന്നാണ്. ഷെയ്ഖ് മരിച്ചു കഴിഞ്ഞാൽ വാലി അഥവാ ദൈവത്തിൻ്റെ സ്നേഹിതനായി കരുതുന്നു. ഷെയ്ഖ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം അനുയായികൾക്ക് ഒരു ആരാധന കേന്ദ്രമായി മാറുന്നു. ഷെയ്ഖിൻ്റെ ചരമദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്നു. ഇതിനെ സിയാറത്ത് എന്ന് വിളിക്കുന്നു. ലൈഫ് ഇൻ ദ ചിസ്റ്റി ഖാൻഖ. The Khanqa was the center of social life. It comprised several small rooms and a big hall. The Sheikh lived in a small room on the roof of the hall. He met visitors in the morning and evening. There was an open kitchen. The practice that were adopted by the Chistis in their Khanqa. First one, bowing before Sheikh, offering water to visitors, shaving the head, yogic exercise. ദീനാശ്രമത്തിലെ ജീവിതം. ദീനാശ്രമം ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. ദീനാശ്രമത്തിൽ ധാരാളം ചെറിയ മുറികളും ഒരു ഹാളും ഉണ്ടായിരുന്നു. ഹാളിന് മുകളിലുള്ള ചെറിയ മുറിയിലാണ് ഷെയ്ഖ് താമസിച്ചിരുന്നത്. ഷെയ്ഖ് രാവിലെയും വൈകുന്നേരവും സന്ദർശകരെ കണ്ടിരുന്നു. ദീനാശ്രമത്തിൽ ഒരു പൊതു അടുക്കള ഉണ്ടായിരുന്നു. ദീനാശ്രമത്തിലെ ആചാരങ്ങൾ: ഷെയ്ഖിന് മുമ്പിൽ തല കുനിക്കുക, സന്ദർശകർക്ക് ജലം നൽകുക, തല മുണ്ടനം ചെയ്യുക, യോഗ അഭ്യാസങ്ങൾ നടത്തുക. സിയാറത്ത് ആൻഡ് ഖ്വാവാലി. Pilgrimage to the tomb of Sufi is called ziyarat. Performance of mystical music known as qawwali. The use of music and dance is also part of ziyarat.
It was performed by specially trained musicians or qawwalis. The Sufis remember God by reciting the Sikr. Sikr means the divine names, or through sama or performance of mystical music. സിയാറത്തും ക്വാവാലിയും സൂഫികളുടെ ശവകുടീരത്തിലേക്കുള്ള തീർത്ഥയാത്രയെ സിയാറത്ത് എന്ന് വിളിക്കുന്നു. സംഗീതവും നൃത്തവും തീർത്ഥാടനത്തിൻ്റെ ഭാഗമാണ്. മിസ്റ്റിക്കൽ സംഗീതം ആലപിച്ചിരുന്നത് പ്രത്യേകം പരിശീലനം ലഭിച്ച ഖ്വാവാലികൾ ആയിരുന്നു. സൂഫികൾ ദൈവത്തെ സ്മരിക്കുന്നത് ഒന്നുകിൽ ദിവ്യനാമങ്ങൾ ഉച്ചരിച്ചാണ്, ഇതിനെ സിക്കർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ സാമ എന്ന് വിളിക്കുന്ന മിസ്റ്റിക്കൽ സംഗീതത്തിൽ കൂടിയാണ്. ഇല്ലുസ്ട്രേറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ സൂഫീസ് ആൻഡ് ദ സ്റ്റേറ്റ്. അടുത്തൊരു ചോദ്യമാണ്, സൂഫികളും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സൂഫികളും അന്നത്തെ രാജാക്കന്മാർ അഥവാ സുൽത്താൻമാർ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നാണ് പരിശോധിക്കുന്നത്. എ മേജർ ഫീച്ചർ ഓഫ് ദ ചിസ്തിയർ ട്രഡീഷൻ വാസ് മെയിൻറ്റെയിനിങ് എ ഡിസ്റ്റൻസ് ഫ്രം വേൾഡ്ലി പവർ, but it was not mean complete isolation from political power. They received grant and donations. The Sultan set up charitable trust. They also granted tax-free lands. The Sufis were popular, so the rulers wished to secure their friendship. The rulers wished to maintain a good relation with the Sufis in order to avoid interference of ulamas. They wanted to impose Sharia as state law. Sufis believed that their authority directly from God and did not depend on jurists to interpret the Sharia. It was also believed that the awliya could interact with God in order to improve the material and spiritual condition of the ordinary human beings. ചിസ്തി പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നതാണ്. രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളുമായി പൂർണ്ണമായും അകന്നു നിൽക്കുക എന്നതല്ല. സഹായങ്ങളും സംഭാവനകളും അവർ സ്വീകരിച്ചിരുന്നു. സുൽത്താൻമാർ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ രൂപീകരിച്ചിരുന്നു. അവരുടെ ഭൂമിക്ക് നികുതി ഒഴിവാക്കി നൽകിയിരുന്നു. സൂഫികൾ ജനകീയരായിരുന്നു. അക്കാരണത്താൽ അവരുടെ സഹകരണത്തിന് ഭരണാധികാരികൾ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ഭരണത്തിൽ ഉലമമാർ ഇടപെടുകയും ശരിയ നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. അക്കാരണത്താൽ തന്നെ ഉലമമാരിൽ നിന്ന് അകന്ന് സൂഫികളുമായി അടുക്കാൻ ഭരണാധികാരികൾ ആഗ്രഹിച്ചു. സൂഫികൾ അവരുടെ അധികാരം നേരിട്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ശരിയ നിയമങ്ങൾ അവർക്ക് ബാധകമായിരുന്നില്ല. കൂടാതെ ഔലിയമാർ ദൈവവുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചവരാണെന്നും അതിൽ കൂടി സാധാരണ ജനങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ ഉന്നതിക്ക് കാരണമാകുമെന്ന് വിശ്വസിച്ചിരുന്നു. അടുത്ത ചോദ്യം പരിശോധിക്കാം. ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻ്റ് ടീച്ചിങ്സ് ഓഫ് കബീർ ദാസ്, ഗുരു നാനാക്ക്, മീരാബായ്. ഭക്തിപ്രസ്ഥാനത്തിലെ 3 പ്രമുഖ വ്യക്തികളുടെ ആശയങ്ങളാണ്, അവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ചോദ്യം 4 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാം. അതുകൊണ്ട് തന്നെ കുറച്ച് വിശദമായിട്ട് തന്നെ നമുക്ക് പരിചയപ്പെടാം. ഡ്യൂറിങ് ദ 14th century, കബീർ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സാമ്പിൾ ഓഫ് എ പോയറ്റ് സെയിൻറ്റ്. സോഴ്സസ് ടു റീകൺസ്ട്രക്ട് ദ ലൈഫ് ഓഫ് കബീർ. ദ കബീർ ബീജക്, കബീർ പാന്ത്, വാരാണസി. ദ കബീർ ഗ്രന്ഥാവലി, ദാദു പാന്ത്, രാജസ്ഥാൻ. ആദി ഗ്രന്ഥ് സാഹിബ്. 14ാം നൂറ്റാണ്ടിലെ കവിയും സന്യാസിയുമായിരുന്നു കബീർ. കബീറിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്നത് കബീർ ബീജക്, വാരാണസിയിലെ കബീർ പാന്ത് വിഭാഗം. കബീർ ഗ്രന്ഥാവലി, രാജസ്ഥാനിലെ ദാദു പാന്ത് വിഭാഗം. ആദി ഗ്രന്ഥ് സാഹിബ്. ടീച്ചിങ് ഓഫ് കബീർ. Kabir used different traditions to describe the ultimate reality. These includes Islam, Vedantic and Yogic tradition. The ultimate reality was Allah, Khuda, Hasrat, Pir. He used some terms from Vedantic traditions: Alak, the unseen; Niragar, formless; Brahman, Atma, etc. He used terms from Yogic traditions: Shabda, sound; Shunya, emptiness. He also used the Sufi concept of Sikr. Sikr means the divine name. And Ishq. Ishq means love. Kabir
പരമമായ സത്യത്തെ വിവരിക്കാൻ വിവിധ പാരമ്പര്യങ്ങൾ ഉപയോഗിച്ചു. ഇസ്ലാം, വേദാന്ത, യോഗ പാരമ്പര്യങ്ങളെല്ലാം ഇതിനുവേണ്ടി ഉപയോഗിച്ചു. പരമമായ സത്യത്തെ അള്ളാ, ഖുദ, ഹസ്രത്ത്, പീർ എന്ന് വിളിച്ചു. വേദാന്ത പാരമ്പര്യത്തിൽ നിന്ന് ചില പദങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു. അലക്ക്, ബ്രഹ്മൻ, നിരാകർ, ആത്മ മുതലായവ. ഹിസ് ഐഡിയാസ്: ഹി ബിലീവ്ഡ് ഇൻ ദ വർഷിപ്പ് ഓഫ് വൺ ഗോഡ്. He stood for Hindu-Muslim unity. He opposed caste system and untouchability. He condemned many rituals and practices of both Hindus and Muslims. He opposed idol worship, polygamy, bathing in holy rivers, going for pilgrimage worship of Tom. Kabir's teachings had a profound impact on masses. Lower class welcomed his teachings. Many of his hymns included in the Adi Grantha, the holy book of Sikh. He became symbol of human equality and his Hindu-Muslim unity. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ: ഏകദൈവത്തിൽ വിശ്വസിച്ചു, ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലകൊണ്ടു, ജാതി സമ്പ്രദായത്തെയും തൊട്ടുകൂടായ്മയെയും എതിർത്തു, ഹിന്ദുക്കളുടെയും മുസ്ലിമുകളുടെയും പല ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എതിർത്തു, ബിംബ ആരാധന, ബഹുഭാര്യത്വം, പുണ്യനദിയിൽ സ്നാനം ചെയ്യുക, ശവകുടീരങ്ങൾ ആരാധിക്കുക എന്നിവയെ എതിർത്തു. കബീറിൻ്റെ ആശയങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചു. സമൂഹത്തിലെ താഴ്ന്ന വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായി. സിഖുകാരുടെ പുണ്യഗ്രന്ഥമായ ആദി ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളുമുണ്ട്. മനുഷ്യ തുല്യതയുടെയും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെയും പ്രതീകമാണ് കബീർ. ഗുരു നാനാക്ക്. Guru Nanak was born in village called Nankha Sahib near Ravi in Punjab in 1469. He trained to an accountant and studied Persian. He spent most of his time along Sufis and Bhaktas. He also travelled widely. Baba Guru Dev explained his message through his hymns and teachings. He was the advocate of Nirguna Bhakti, worship of one God. God is Nirgunas and Niragar. Niragar means formless. He rejected sacrifices, ritual, bath, image worship, etc. He preached religious tolerance and universal brotherhood. The Absolute or Rab had no gender or form. He proposed a simple way to reach the divine by remembering and repeating the divine name. He expressed his ideas through hymns called Shabad in Punjabi. He organized his followers into a community. He set up rules for congregational worship, Sankat. He appointed one of his disciples as successor or guru. The fifth guru, Arjun Singh, compiled his teaching Adi Granth Sahib. The hymns is called Guru Bani. In 17th century, the 10th Guru, Govind Singh, included the composition of the 9th Guru, Tegh Bahadur. The scripture is called Guru Granth Sahib. Guru Govind also laid the foundation of the Galsa Panth. It was under the leadership of Guru Govind Singh that the community became a socio-religious and military force. പഞ്ചാബിലെ നാങ്കന സാഹിബ് എന്ന ഗ്രാമത്തിലാണ് 1469 ഗുരു നാനാക്ക് ജനിച്ചത്. അദ്ദേഹം അക്കൗണ്ടന്റ് ആകാൻ പരിശീലനം ലഭിക്കുകയും പേർഷ്യൻ ഭാഷ പഠിക്കുകയും ചെയ്തു. അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിച്ചത് സൂഫികളുടെ കൂടെയും ഭക്തന്മാരുടെ കൂടെയുമാണ്. അദ്ദേഹം ധാരാളം സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് സൂക്തങ്ങളുടെയും പ്രബോധനത്തിൽ കൂടിയുമായിരുന്നു. നിർഗുണ ഭക്തിയായിരുന്നു അദ്ദേഹം പിന്തുടർന്നിരുന്നത്. ഏകദൈവത്തെ ആരാധിക്കുക. ദൈവം നിർഗുണവും രൂപമില്ലാത്തതുമാണ്. യാഗങ്ങളെയും ആചാരപരമായ സ്നാനത്തെയും ബിംബ ആരാധനയെയും അദ്ദേഹം എതിർത്തു. മതസഹിഷ്ണുതയ്ക്കും സാഹോദര്യത്തിനും വേണ്ടിയും നിലകൊണ്ടു. പരമാത്മാവിന് അഥവാ റബ്ബിന് ലിംഗഭേദമോ രൂപമോ ഇല്ല. ദിവ്യനാമത്തെ സ്മരിക്കുകയും ആവർത്തിച്ച് ഉരുവിടുന്നതിൽ കൂടി ദൈവത്തിൽ എത്തിച്ചേരാമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു.
പഞ്ചാബിയിൽ രചിച്ച ഷബാദ് എന്ന കീർത്തനത്തിൽ കൂടി അദ്ദേഹം തൻ്റെ ആശയം പ്രകടിപ്പിച്ചു. അദ്ദേഹം തൻ്റെ അനുയായികളെ ഒരു സമുദായമാക്കി മാറ്റി. സംഘ ആരാധനയ്ക്കുള്ള നിയമങ്ങളും രൂപീകരിച്ചു. ഒരു അനുയായിയെ പിന്തുടർച്ചക്കാരനായി നിശ്ചയിച്ചു. അഞ്ചാമത്തെ ഗുരുവായ അർജുൻ സിംഗ് പുണ്യഗ്രന്ഥമായ ആദി ഗ്രന്ഥ സാഹിബ് രചിച്ചു. ഗുരു നാനാക്കിൻ്റെയും മറ്റ് 4 മുൻഗാമിമാരുടെയും കീർത്തനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ഇതിലെ കീർത്തനങ്ങൾ ഗുരുബാനി എന്ന് അറിയപ്പെടുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഗുരു ഗോവിന്ദ് സിംഗ് 9ാമത്തെ ഗുരുവായ തേജ് ബഹദൂറിൻ്റെ രചനകളും ആദി ഗ്രന്ഥ സാഹിബിൽ ഉൾപ്പെടുത്തി. ഇതോടെ ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന് അറിയപ്പെട്ടു. ഗുരു ഗോവിന്ദ് സിംഗ് ഖൽസാ പാന്തിന് അടിത്തറയിട്ടു. ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ കീഴിൽ സിഖ് സമുദായം ഒരു സാമൂഹ്യ മത സൈനിക ശക്തിയായി മാറി. Mirabai was the best known women poet within the Bhakti tradition. She was a Rajput prince. She was married to a princess Sisodia clan of Mewar. It was against his wishes. She defied her husband. She recognized Krishna as her lover. They tried to poison her, but she escaped and lived as wandering singer. Her most famous follower was Raidas, a leather worker. It shows she opposed the caste system. Mirabai wrote numerous bhajans. All of them are devotional songs addressed to Krishna. മീരാബായ് ഭക്തി പ്രസ്ഥാനത്തിലെ ഭക്ത കവിയത്രിയാണ്. മീരാബായ് രജപുത്ര രാജകുമാരിയായിരുന്നു. മേവാറിലെ സിസോദിയ വംശത്തിലെ ഒരു രാജകുമാരനെ വിവാഹം ചെയ്തു കൊടുത്തു. എന്നാൽ ഈ വിവാഹം മീരാഭായിയുടെ ആഗ്രഹത്തിന് എതിരായിരുന്നു. അവൾ ഭർത്താവിനെ ധിക്കരിക്കേണ്ടി വന്നു. മീരാഭായി കൃഷ്ണനെ പ്രാണപ്രിയനായി സ്വീകരിക്കുകയും ചെയ്തു. മീരാഭായിയെ ഭർത്തൃ വീട്ടുകാർ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാടോടിയായ ഗായികയായി ജീവിച്ചു. മീരാഭായിയുടെ ഏറ്റവും അടുത്ത അനുയായി ആയിരുന്നു റായിദാസ്. അദ്ദേഹം തുകൽ പണിക്കാരനായിരുന്നു. ജാതി സമ്പ്രദായത്തിന് എതിരായിരുന്നുവെന്ന് കരുതാം. മീരാഭായി ധാരാളം ഭജനുകൾ രചിച്ചു. എല്ലാ ഭജനുകളും കൃഷ്ണനെ കുറിച്ചുള്ളവയായിരുന്നു.